എൻ്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റൂ, എൻ്റെ കൊച്ചിനെ ഇറക്കി തരണം. എങ്ങനെയെങ്കിലും എൻ്റെ മൂത്തോ ഇളയോ മരിച്ചു, ഇനി എനിക്ക് മൂത്തോനെ അവനെങ്കിലും എനിക്ക്. ഷമിയുടെ പുതിയ തുറന്നു പറച്ചിൽ ഒരു നിഗൂഢതയില്ലേ? തീർച്ചയായിട്ടും മീരയ്ക്കത് തോന്നിയല്ലേ? എനിക്കും അത് ഇന്നലെ തോന്നി. കാരണം ഈ രാവിലെ ഒരു ചാനൽ, നമ്മളൊക്കെ അത് ലൈവായി കണ്ടതാണ്, ആ ചാനൽ ഷമിയുമായി സംസാരിച്ചപ്പോൾ ഷമി പറഞ്ഞത് എന്താണ്? എനിക്ക് എൻ്റെ മകനെ ഇറക്കിത്താ, എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ, ഇളയ മകനും പോയി, എനിക്കിനി അവൻ മാത്രമേ ഉള്ളൂ, അപ്പോൾ അവൻ എങ്ങനെയെങ്കിലും എൻ്റെ അടുത്തേക്ക് കൊണ്ടുതാ. അപ്പോൾ ആ ചാനലിൻ്റെ പിന്നെ അവതാരകൻ ചോദിക്കുന്നുണ്ട് എന്താണ് ഉമ്മയ്ക്ക് പറ്റിയതെന്ന്. അപ്പോൾ ഷമി പറയുന്നത് ഞാൻ കട്ടിലിൽ നിന്ന് വീണാണ് എനിക്കത് സംഭവിച്ചതെന്ന് പറയുന്നത്. ആ ചാനല് ഷമിക്ക് വീടൊക്കെ നൽകിയതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സമൂഹത്തിൽ നിന്ന് വരുന്നുണ്ട്. കാരണം വീടില്ലാതെ രണ്ട് പെൺമക്കളെയും ഒക്കെ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ കഴിയുന്ന എത്രയോ അച്ഛനമ്മമാർ നമുക്കിടയിലുണ്ട്. അവർക്കൊന്നും വീട് കൊടുക്കാതെ 5 പേരെ അതിദാരുണമായി കൊലപ്പെടുത്തിയ ഒരു പ്രതിയുടെ അമ്മയ്ക്ക്, ഞാൻ അച്ഛനെ കുറ്റം പറയുന്നില്ല, റഹീം എന്ന് പറയുന്ന ബാപ്പ, അദ്ദേഹം നിസ്സഹായനാണ്, അദ്ദേഹം പെരുവഴിയിലാണ്, നട റോഡിലാണ്, അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നറിയില്ല, ഒക്കെ ശരിയാണ്. പക്ഷേ ഈ ഷെമി എന്ന് പറയുന്ന ഉമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അഫാൻ എന്തിനാണ് ഇത് ചെയ്തത്, ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത്, എങ്ങനെയാണ് ഈ കടബാധ്യതകൾ ഉണ്ടായത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഷെമി എന്ന് പറയുന്ന ഉമ്മയ്ക്കറിയാം. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തിനാണ് ഈ ചാനൽ ഈ 5 പേരെ കൊലപ്പെടുത്തിയ അഫാന്റെ കുടുംബത്തിന് വീട് കൊടുക്കാം എന്ന് പറഞ്ഞത് എന്നുള്ളൊരു ചോദ്യം വലിയ രീതിയിൽ സമൂഹത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട്, പ്രതിഷേധമായി തന്നെ. അതിനിടയിലാണ് വൈകിട്ട് എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ഷെമി സത്യം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത്. ഞാനിതാ സത്യം പറയാൻ പോകുന്നു, അപ്പോൾ ഇതുവരെ എന്തിന് കള്ളം പറഞ്ഞു എന്നുള്ള ഒരു വലിയ ചോദ്യം അവിടെ ബാക്കിയാവുന്നു. ഭർത്താവായ റഹീമിനോട് പറയുന്നു ഞാൻ കട്ടിൽ നിന്നാണ് വീണതെന്ന്. പോലീസ് നിരന്തരം ചോദിക്കുമ്പോൾ പറയുന്നത് കട്ടിൽ നിന്നാണ് വീണതെന്ന്. ഡോക്ടർമാരോട്, ബന്ധുക്കളോട് ഒക്കെ പറയുന്നത് അഫാനല്ല ഇതിന്റെ പിന്നിൽ. അപ്പോൾ ഷെമി ഭയക്കുന്നത് അഫാനെയാണോ അതോ അഫാന്റെ പിന്നിലുള്ള മറ്റാരെങ്കിലും ആണോ എന്നുള്ളതാണ് ചോദ്യം. അത് കഴിഞ്ഞതിന് ശേഷം ഷെമി എന്തിനാണ് ഇപ്പോൾ സത്യം തുറന്നു പറഞ്ഞത്? ഷെമി ഒന്നുകിൽ സത്യം തുറന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് വീട് കിട്ടൂ എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടാകാം, അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ. കാരണം സമൂഹത്തിൽ നിന്ന് ഒരുപാട് പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം അഫാനാണ് നിങ്ങളെ ഇത് ചെയ്തത് എന്ന്, അതുകൊണ്ട് നിങ്ങൾ സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ വീട് തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകാം. അതിൻ്റെ ഒരു കാര്യത്തിലായിരിക്കാം ചിലപ്പോൾ ഇപ്പോൾ തുറന്നു പറഞ്ഞത്. ഇല്ലെങ്കിൽ അഫാനെ രക്ഷപ്പെടുത്താം എന്നാരെങ്കിലും ഷെമിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടാകാം. കാരണം ഇതിൽ ഏക ദൃക്സാക്ഷി, പിന്നെ മൊഴിയെടുക്കാനുള്ളത് ഷെമിയിൽ നിന്ന് മാത്രമാണ്. ഷെമി ഈ കാര്യങ്ങളിൽ സത്യം പറഞ്ഞില്ല എങ്കിൽ പോലീസ് പെരുവഴിയിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നതിന് ഈ കേസിൽ നിന്ന് അഫാൻ ഈസിയായി ഊരിപ്പോരുകയും ചെയ്യും. അപ്പോൾ പോലീസ് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അവിടെ. അതിലേക്കാണ് ഷെമി വന്നിട്ട് പറയുന്നത് എന്നെ ഉപദ്രവിച്ചത് അഫാനാണ്, ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ തലയിൽ കിടന്ന ഷോള് കഴുത്തിലേക്ക് വരിഞ്ഞു മുറുക്കി തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്, തന്നെ മൃഗീയമായി ഉപദ്രവിച്ചത്, തന്നെ കൊല്ലാൻ ശ്രമിച്ചതൊക്കെ അഫാനാണ് എന്ന ഷെമി ഇപ്പോൾ പറഞ്ഞതിന് പിന്നിൽ നിഗൂഢമായ ദുരൂഹമായ പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. നീരൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു റഹീം എന്ന് പറയുന്ന ഒരു ബാപ്പ, അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? ഒരു കല്യാണം കഴിച്ചതാണോ? 2 മക്കളെ ഉണ്ടാക്കിയതാണോ? അല്ലെങ്കിൽ ആ മക്കളെ വളർത്തിയതാണോ? ആ മക്കൾക്ക് വേണ്ടി പ്രവാസ ജീവിതം നയിച്ചതാണോ? എന്താണ് ഈ അച്ഛനും അമ്മയും ചെയ്ത തെറ്റ് എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യമായി ഇവിടെ. ഈ ബാപ്പ ചെയ്ത തെറ്റ് എന്നുള്ളതാണ് ഇവിടെ ഒരു വലിയ ചോദ്യമായി നിൽക്കുന്നത്. അപ്പോൾ ഈ ബാപ്പയ്ക്ക് ഭാര്യ ഒരു ഭാഗത്ത് നിന്ന് കള്ളം പറയുന്നു, മകൻ ഒരു കൂസലുമില്ലാതെ പല ഭാഗത്ത് വീടുകളിൽ പോയി തെളിവെടുക്കുമ്പോഴൊക്കെ എന്തോ ടൂറ് പോകുന്നത് എനിക്ക് തോന്നുന്നു ഗ്രീഷ്മയ്ക്ക് ശേഷം ടൂറ് പോകുന്ന ഒരാളെ കാണുന്നത് അഫാനെയാണ്. ഓരോ സ്ഥലങ്ങളിലെത്തി ഞാൻ ഇങ്ങനെയാണ് ഇവരെ അടിച്ചു കൊലപ്പെടുത്തിയത്, ഞാൻ ഇങ്ങനെയാണ് ഇവരെ തീർത്തത്, പിന്നെ വലിയപ്പായെ തീർക്കാൻ സമയത്ത് ഫോൺ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ശല്യമായി തോന്നിയതുകൊണ്ടാണ് ഞാൻ ചുറ്റുക കൊണ്ട് 22 തവണ ആഞ്ഞടിച്ചത്. ഇങ്ങനെയൊക്കെ ഒരു കൊലയാളി ഒരു കൂസലും ഒരു പശ്ചാത്താപവും ഇല്ലാതെ അങ്ങ് വിവരണം നടത്തുകയാണ്. അതുപോലെ നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ കാണുന്നത് പോലെയല്ല ഇവിടെ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ. ഇവിടെ ഒരാൾ പോലും ഇവനെതിരെ ഒരു കൂകൽ പോലും നടത്തുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്, പ്രതികളെ കൊണ്ടുവരുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു പ്രതിഷേധം, ചില പരിഹാസങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ അതുപോലും ഉണ്ടാകുന്നില്ല. അപ്പോൾ അവിടുത്തെ ആളുകൾ മുഴുവൻ ഇവർക്കൊപ്പമാണ്, അവിടുത്തെ മഹല്ല് കമ്മിറ്റി ഇവർക്കൊപ്പമാണ്. ഈ പൂക്കളെയും പൂമ്പാറ്റയും പൂവിനെയും സ്നേഹിക്കുന്ന 5 നേരം നിസ്കരിക്കുന്ന അഫാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല
എന്താണ് പറയുന്നത്? അങ്ങനെ ചെയ്യില്ല എന്ന് ഉറപ്പുള്ളവർ പറയണം, ആരാണ് ഈ 5 പേരെ കൊന്നത്? എന്താണ് ഈ 5 പേരെ കൊല്ലാനുള്ള മോട്ടീവ്? രാത്രികാലങ്ങളിൽ ഈ 23 വയസ്സായി കൊടും ക്രിമിനൽ എവിടേക്കാണ് പോകുന്നത്? ആരെയൊക്കെയാണ് കാണുന്നത്? എവിടെയൊക്കെയാണ് യാത്ര നടത്തുന്നത്? ആരുമായിട്ടാണ് പണമിടപാടുകൾ? ഈ 65 ലക്ഷം രൂപയുടെ കടബാധ്യത വന്നത് എങ്ങനെയാണ്? അച്ഛൻ വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ അയക്കാനായി നൽകിയ 4 ലക്ഷം രൂപയിൽ 2 ലക്ഷം രൂപ ആർക്ക് കൊടുത്തു? 2 ലക്ഷം രൂപയെ ആ ബാങ്കിൽ അടച്ചിട്ടുള്ളൂ. 2 ലക്ഷം രൂപ ആർക്കാണ് കൊടുത്തത്? ഈ 65 ലക്ഷം രൂപ പലരിൽ നിന്ന് വാങ്ങിയത് എന്തിനാണ്? ഉമ്മ ഷെമിയുടെ ആർഭാട ജീവിതമാണ് ഈ വലിയ കടബാധ്യതയിലേക്ക് ഇവരെ എത്തിച്ചതെന്ന് ചില നാട്ടുകാർ, എല്ലാവരുമല്ല, 1-2 പേർ എവിടെയൊക്കെ നിന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ഷെമിക്ക് ഈ വലിയ കടബാധ്യത വന്നത്? അഫാനും ഷെമിക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം പുറത്തു വരുന്നത് വരെ ഈ കേസിന്റെ മോട്ടീവ് എന്താണ്? ഇപ്പോ ഷെമി തുറന്നു പറഞ്ഞു. ഷെമിയുടെ തുറന്നു പറച്ചിലിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, വീട് കിട്ടണം. കാരണം ഈ വീട് എന്തായാലും ജപ്തി ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ വീട് കിട്ടണം. അപ്പോൾ ഈ വലിയ പ്രതിഷേധം ഉയർന്നപ്പോൾ നിങ്ങൾ സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ വീട് തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം തുറന്നു പറഞ്ഞത്. ഇല്ലെങ്കിൽ അഫാനെ രക്ഷപ്പെടുത്താനുള്ള അവസാന മാർഗം ഇതാണ് എന്നാരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം തുറന്നു പറഞ്ഞത്. പക്ഷേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, പഠിച്ച കള്ളി ഷെമിയാണ്. ഈ അഫാൻ ചെയ്ത ഓരോ കുറ്റകൃത്യത്തിനും പിന്നിൽ ഷെമിയുടെ കരങ്ങളുണ്ട്. അല്ലെങ്കിൽ ഷെമിയുടെ, കാരണം നമ്മളൊരു വീട്ടിലിരുന്നു കൊണ്ട് ഒരാളെ കുറിച്ച് നിരന്തരം, അല്ലെങ്കിൽ ഒന്നിലധികം പേരെ കുറിച്ച് നിരന്തരം കുറ്റം പറയുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ മൈൻഡിലും ഇവർ ഭയങ്കര ദുഷ്ടരാണ്, ഇവർ ഭയങ്കര സംഭവമാണെന്നൊക്കെ നമ്മുടെ മൈൻഡിലും തോന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും അവരോട് ഒരു പകയും വിദ്വേഷമൊക്കെ തോന്നും. പക്ഷെ ഇവിടെ ഈ ഉമ്മ ഈ നിരന്തര ഉമ്മുമ്മ കൊന്നതൊക്കെ അച്ഛന്റെ വീട്ടുകാരെയാണ്, പിന്നീട് സഹോദരനെയും കാമുകിയാണ്. അപ്പോൾ അമ്മയുടെ വീട്ടുകാരെ ആരെയും ഒന്നും ചെയ്തിട്ടില്ല, അമ്മയുടെ വീട്ടുകാരുമായിട്ട് അഫാൻ വലിയ അടുപ്പവുമില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അപ്പൊ ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ എന്താണ് സംഭവിച്ചത്, എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത് എന്നൊക്കെയുള്ളത് കൃത്യമായി പുറത്തു വരേണ്ടത് തന്നെയാണ്. ഈ കേസ് നിസ്സാരമായി വിടേണ്ട കാര്യമില്ല. കാരണം സമൂഹം ഒന്നടക്കം പേടിച്ച് വിറങ്ങലടിച്ച് നിൽക്കുകയാണ്. മീരയ്ക്ക് എന്താ തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് കിളിമാനൂർ എസ്എച്ച്ഒയുടെ അടുത്താണ് ഷെമി മൊഴി കൊടുത്തിട്ടുണ്ട്. അതില് പറയുന്നത് 35 ലക്ഷം രൂപയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ശരിയാണെങ്കിൽ 40 ലക്ഷം എന്നാണ് പോലീസിന്റെ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അത്രയാവട്ടെ. അത് കടമുണ്ടായിരുന്നു, സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. ആ ദിവസം ഈ കൊലപാതകങ്ങളൊക്കെ നടക്കുന്ന ദിവസം ചിലർ തന്ന അവധി ദിവസങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് കടം തിരിച്ചു കൊടുക്കാനും ചോദ്യം ചെയ്യാനും ഒക്കെ വരുമെന്നുള്ള ഭയവും ഷെമിക്കുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നൊരു കാര്യം എടുത്തു പറയേണ്ടത് ഒന്നെന്ന് പറഞ്ഞാൽ, ഒഴിവ് ദിവസങ്ങളിൽ ഈ ഇളയ കുഞ്ഞിനെയും വെച്ച് യൂട്യൂബിൽ ആത്മഹത്യ എങ്ങനെ ചെയ്യാം എന്നുള്ള യൂട്യൂബ് വീഡിയോകളൊക്കെ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ കുഞ്ഞിൻ്റെ ഒപ്പം. അപ്പം അവര് ആത്മഹത്യ ചെയ്യാൻ ഉറപ്പിച്ചു. നമ്മൾ മുൻപും പറഞ്ഞതാണ്, ആദ്യം തൊട്ടേ പറയുന്നതാണ്, ആത്മഹത്യ ചെയ്യാനാണ് തീരുമാനിച്ചത്. പിന്നെ എന്തിനാണ് ഇത്രയും പേരെ കൊന്നൊടുക്കിയത്? അതാണ് ഒരു പരിഹാരവും അല്ല. ഇവർക്കും 3 പേര് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ഈ ഉമ്മയ്ക്കും 2 മക്കൾക്കും ആത്മഹത്യ ചെയ്യാമായിരുന്നു. പക്ഷെ അതിന്റെ ഒപ്പം മറ്റു 3 പേരെയും കൂടെ കൊന്നൊടുക്കിയിട്ടാണ് അവർ ഈ കൃത്യം അവസാനിപ്പിച്ചത്. പക്ഷെ അവസാനിച്ചില്ല. പിന്നെ ഇന്നലെ ചാനലിന് കൊടുത്ത മൊഴിയിൽ ചാനലായിട്ട് ഈ ഷെമി സംസാരിച്ചതിൽ പറയുന്നുണ്ട്, എന്താണ്, എനിക്ക് ഓർമ്മയില്ല, പറഞ്ഞു കേട്ട അറിവുകളേ ഉള്ളൂ എന്നെല്ലാം. അപ്പോഴും ആ നിമിഷം വരെ, അതായത് ഇന്നലെ രാവിലെ വരെ ശ്രമിച്ചുകൊണ്ടിരുന്നത് അഫാനെ രക്ഷിക്കാൻ തന്നെയായിരുന്നു. ചിലപ്പം ധന്യ പറഞ്ഞതുപോലെ നമ്മൾക്ക് അറിയാത്ത, അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു മറുഭാഗം അതിനുണ്ടാവും. അത് മറനീക്കി പുറത്തു വരേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും.